സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ വിമൻ പോലീസ് ബറ്റാലിയന്റെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള മെയിൻസിന്റെ ലിസ്റ്റ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ 094/2020 എന്ന് പറയുന്നതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയുടേതാണ്. പുതിയ പ്രിലിംസ് പരീക്ഷയുടെ ഫസ്റ്റ് ഫേസ് നാളെ നടക്കാൻ പോകുന്നു. കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയുടെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ എന്തായാലും മെയിൻ ലിസ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമാന്യം വലിയൊരു മെയിൻ ലിസ്റ്റ് ആണ്. ഇതിനകത്ത് എത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു നിശ്ചയമില്ല. എന്തായാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മെയിൻ ലിസ്റ്റ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്കാണ് നമുക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വിമൻ പോലീസിന്റെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ പോലീസ് ഓഫീസറിന്റെ അല്ലെങ്കിൽ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ കട്ട് ഓഫിലേക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 45 മാർക്കാണ് കേട്ടോ, ശ്രദ്ധിക്കുക. 45 മാർക്കാണ് നിലവിലെ നമ്മുടെ വിമൻ പോലീസ് ബറ്റാലിയന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, കട്ട് ഓഫ് സാമാന്യം കൂടുതൽ തന്നെയാണ് അല്ലേ. നമ്മൾ 45 പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തായാലും കട്ട് ഓഫ് സാമാന്യം കൂടിയ കട്ട് ഓഫ് തന്നെയാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ വിമൻ പോലീസ് ബറ്റാലിയൻ സ്റ്റേറ്റ് വൈഡിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിസിക്കൽ മെഷർമെന്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലേ. എന്താണ് നമ്മുടെ SCയുടെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ 251 ആണെന്നാണ് തോന്നുന്നത്. കാറ്റഗറി നമ്പർ 251/2020 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ തന്നെ നമ്മുടെ SC ഓൺലിയുടേതാണ്. അവരുടെ പ്രൊഫൈലുകളിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്താണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതും ഉടനെ തന്നെ ഉണ്ടാവുന്നതിനെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ മാസം അവസാനത്തോടു കൂടി നമ്മുടെ ഫയർമാന്റെ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം സ്റ്റാർട്ടിങ്ങോട് കൂടി നമ്മുടെ ഫയർമാന്റെ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അതിനുശേഷം എക്സൈസ് ആയിരിക്കും, അതിനുശേഷം CPO ആ ഒരു മെഷർമെന്റ്സിലായിരിക്കും നിലവിലെ നമ്മുടെ ഫിസിക്കൽസ് നടത്താനായിട്ട് പോവുക. ഇത് പറയാനുള്ള കാര്യം വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരുപാട് നമ്മുടെ തിരുവനന്തപുരത്തിനകത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള ജില്ലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളെല്ലാം കേരള PSCയും അതുപോലെ തന്നെ പോലീസും ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫിസിക്കൽ മെഷർമെന്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാവും. അപ്പോൾ എന്തായാലും ഈ ഒരു ലിസ്റ്റ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും എല്ലായിടത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഡിഗ്രി ലെവല് സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ കട്ട് ഓഫ് 55 പോകുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത് കേരള PSCയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു അപ്ഡേറ്റും വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ നാളെ +2 പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ എഴുതുക. എല്ലാവരും ഒരു 60+ മാർക്കൊക്കെ വാങ്ങണം കേട്ടോ. ഒരു 60 മാർക്കിന് കൂടുതൽ 70 മാർക്കൊക്കെ നിങ്ങൾ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ കാര്യം ആ ഒരു റേഞ്ചിലേക്ക് മാറി നമ്മുടെ പ്രിലിംസിന്റെ ഒക്കെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഈ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.